നമസ്കാരം. ലോകം പുതിയൊരു വർഷത്തിലേക്ക് ചുവടുകൾ വയ്ക്കുമ്പോൾ ഇന്ത്യക്ക് ഇത് അഭിമാന മുഹൂർത്തമാണ്. കാരണം ഇന്ത്യ ലോകത്തെ 4ാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറിയിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ജപ്പാനെ പിന്തള്ളിയാണ് ഇന്ത്യ ഈ ഒരു അപൂർവമായ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. മാത്രമല്ല, സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് ഒരുപക്ഷേ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഇപ്പോൾ 3ാം സ്ഥാനത്തുള്ള ജർമ്മനിയെയും ഇന്ത്യ മറികടക്കുമെന്നും അങ്ങനെ ഇന്ത്യ ലോകത്തെ 3ാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാകും എന്നുമാണ്. ഒരു പക്ഷേ പതിറ്റാണ്ടുകൾക്കുള്ളിൽ തന്നെ ഇന്ത്യ അമേരിക്കയൊക്കെ പോലെ തന്നെ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളൊന്നായി മാറാനുള്ള സാധ്യതയെക്കുറിച്ച് നേരത്തെയും സാമ്പത്തിക വിദഗ്ധന്മാർ നമുക്ക് അറിയിപ്പ് തന്നിട്ടുള്ളതുമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ ഏറെ അഭിമാനകരമായൊരു വർഷത്തിലേക്കാണ് കടന്നു ചെല്ലുന്നത്. കേന്ദ്ര സർക്കാർ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സന്തോഷ വാർത്ത ജനങ്ങളോട് പങ്കുവച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ വാർഷിക അവലോകന റിപ്പോർട്ടിലാണ് ഇന്ത്യയുടെ ഈ ഒരു അവസ്ഥയെക്കുറിച്ചുള്ള വിശദീകരണം ലഭിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം $4.18 ട്രില്യൺ എത്തിയതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 2030 ഇത് $7.3 ട്രില്യൺ ഉയരും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇന്ത്യ ഇപ്പോൾ വിവിധ മേഖലകളിൽ കയറ്റുമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ലോകത്തെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ്. മാത്രമല്ല, പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ അവരുടെ പ്ലാന്റുകളും മറ്റും ആരംഭിക്കാൻ ഏറ്റവും അനുയോജ്യമായ രാജ്യം ഇന്ത്യയാണെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ വിദേശ കമ്പനികളുടെ പ്ലാന്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ ആയുധ കയറ്റുമതി മേഖലയിലൊക്കെ തന്നെ ഇന്ത്യ ഇപ്പോൾ കുതിച്ചുകയറ്റമാണ് നടത്തുന്നത്. ഈയിടെയാണ് പല രാജ്യങ്ങളും നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത്. അത് ഇന്ത്യക്ക് ഏറെ നേട്ടം പകരുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു കാലത്ത് എല്ലാ കാര്യത്തിനും വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന ഒരു രാജ്യം ഇന്ത്യ ഇന്ന് സ്വയം പര്യാപ്തത നേടി എന്ന് മാത്രമല്ല, അതേ വസ്തുക്കൾ തന്നെ ഈ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഉൾപ്പെടെ കയറ്റുമതി ചെയ്യാൻ ഇന്ത്യക്ക് കഴിയുന്നു എന്നുള്ളത് ഇന്ത്യയുടെ അപൂർവ നേട്ടങ്ങളിൽ ഒന്നായി തന്നെ നമ്മൾ കണക്കാക്കേണ്ടിയിരിക്കുന്നു. റിസർവ് ബാങ്കും ഇത് സംബന്ധിച്ച കണക്കുകൾ പുറത്തുവിട്ടപ്പോൾ ഇന്ത്യ സാമ്പത്തികമായി ഇന്ന് ലോകത്തിന് മുന്നിൽ തല ഉയർത്തി നിൽക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് പ്രവചിക്കുന്നത് ഇന്ത്യ വലിയ താമസമില്ലാതെ തന്നെ ഉയർന്ന നിലയിലേക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തും എന്ന് തന്നെയാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, അതുപോലെ ഫാർമസ്യൂട്ടിക്കൽ മേഖല തുടങ്ങിയ രംഗങ്ങളിലൊക്കെ തന്നെ ഇന്ത്യക്ക് അഭൂതപൂർവമായ നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, ഒരു കാലത്ത് ഇന്ത്യ നമ്മുടെ ഭക്ഷ്യവസ്തുക്കളും ആയുധങ്ങളും യുദ്ധവിമാനങ്ങളും എല്ലാം തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വാങ്ങേണ്ട അവസ്ഥയാണ് നമുക്കുണ്ടായിരുന്നത്. പക്ഷേ അതെല്ലാം കടന്നുപോയി. ഇന്ന് നമ്മൾ ഭക്ഷ്യോൽപ്പാദനത്തിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ സ്വയം പര്യാപ്തമായിട്ട് ചെയ്യും. കൂടുതൽ ഓവർ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന അമിതോൽപ്പാദനം നടത്തിയ അവസ്ഥ വരെ ഇന്ത്യക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയുടെ ഭാവി ശോഭനമാണ് എന്ന് തന്നെ നമ്മൾക്ക് കുറച്ച് പ്രതീക്ഷിക്കാം. പക്ഷേ ഇപ്പോഴും ഇവിടെ ചില പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ട് എന്നും ഈ റിപ്പോർട്ട് പറയുന്നുണ്ട്. അത് ഒരുപക്ഷെ വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മ തന്നെയാണ്. നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ താരതമ്യേന ചെറുപ്പക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. അവരിൽ പലർക്കും ഇനിയും ആവശ്യമായ ജോലി ലഭിച്ചിട്ടില്ല. ഒരുപക്ഷെ അവർ പലരും വിദ്യാസമ്പന്നരായിരിക്കില്ല എന്നുള്ള പ്രശ്നം അവിടെ അവശേഷിക്കുമ്പോൾ പോലും കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ധാരാളം അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ ജോലി ലഭിച്ച് അവർ സുഖമായി കഴിയുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകുന്നുണ്ട്. അവിടെ നയിക്കുന്ന പണം വലിയ തോതിൽ കേരളത്തിൻ്റെ സാമ്പത്തിക ചുറ്റുപാടുകൾ വർദ്ധിപ്പിക്കാനൊക്കെ തന്നെ ഏറെ സഹായകരമാണ്. പക്ഷേ മൊത്തത്തിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും കണക്കെടുത്ത് നോക്കുമ്പോൾ തൊഴിലില്ലായ്മ നമ്മെ അലട്ടുന്നതാണ്. മാത്രമല്ല, ഈയിടെ നമ്മുടെ രൂപയുടെ വില ഇടിഞ്ഞത് ഒരു പ്രശ്നമായി മാറിയിരുന്നു. പക്ഷേ ഇതൊക്കെ തന്നെ പരിഹരിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ രാജ്യത്തിനുള്ളത് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലൊക്കെ തന്നെ ഇന്ത്യ കുതിക്കുക തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. പ്രതിരോധ മേഖലയിലാണെങ്കിലും സാമ്പത്തിക മേഖലയിലാണെങ്കിലും വ്യാവസായിക മേഖലയിലാണെങ്കിലും ഒക്കെ തന്നെ ഇന്ത്യ നമ്പർ 1 മാറുന്ന ദിനം വളരെ വിദൂരത്തല്ല എന്ന കാര്യം 100% ഉറപ്പാണ്.